100 ന്യൂസ് തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഒരു മരണം കൂടി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പടക്ക നിർമ്മാണശാല ലൈസൻസി സതീശൻ മരിച്ചു. പരിശോധനയിൽ ഇന്ന് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. വെടിക്കെട്ട് പുറയിൽ അമിത അളവിൽ വെടിമരുന്നുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി VN വാസവൻ. വെടിക്കെട്ട് പുര ദുരന്തത്തിൽ ദുഃഖാചരണം തുടർന്ന തിരുവമ്പാടി ദേവസ്വം. ആർഭാടം കുറച്ച് പാറമേക്കാവിന്റെ തൃശൂർ പൂരം സമയ പ്രദർശനത്തിന് തുടക്കം. ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി നേതാക്കളുടെ കൂട്ടപ്പടിയിറക്കം. രാഘവ് ചദ്ദയടക്കം 10-ൽ 7 MP-മാർ BJP-യിൽ. തന്റെ ശബ്ദം അടിച്ചമർത്താൻ AAP ശ്രമിച്ചെന്ന രാഘവ് ചദ്ദ. തെറ്റായ പാർട്ടിയിലായിരുന്നു ഇതുവരെയെന്നും AAP അഴിമതിയിൽ മുഴുങ്ങിയെന്നും ആരോപണം. കൊടുംചൂടിൽ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത. പാലക്കാടും തൃശൂരും ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയെ തുടർന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ഇന്ന് സൂര്യാതപമേറ്റു. ചൊവ്വാഴ്ച മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരേന്ത്യയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ചൂട് കനക്കും. സംസ്ഥാനത്ത് ആശങ്കയായി പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ. DMOമാരുടെ യോഗം വിളിച്ച ആരോഗ്യവകുപ്പ് ഡയറക്ടർ. 5 ദിവസത്തിനിടെ മരിച്ചത് 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. 5 പാമ്പുകളെ കണ്ടെത്തിയ വീട്ടിൽ സർപ്പ ടീമിന്റെ പരിശോധന. എറണാകുളം പെരുമ്പാവൂരിൽ അടയിരുന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. മണ്ണൂർ കൂഴൂരിലാണ് പാമ്പിനെയും 20-ലേറെ മുട്ടകളും കണ്ടെത്തിയത്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ പാമ്പിനെ കണ്ട വിവരമറിയിക്കുകയാണ്. തൃശൂർ കുതിരാനിൽ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയോട് ചേർന്ന് പാമ്പുകളെ തുറന്നുവിടുന്നെന്ന പരാതി. വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞ പ്രദേശവാസികൾ. പ്രദേശത്തെ ശൗചാലയത്തിൽ വെച്ച 2 വയസ്സുകാരന് പാമ്പ് കടിയേറ്റത് കഴിഞ്ഞ ദിവസം. മലപ്പുറം അരീക്കോട് പാമ്പിനെ പോക്കറ്റിലിട്ട യുവാവിന്റെ അഭ്യാസം. അണലിയെ പോക്കറ്റിലിട്ട അതിഥി തൊഴിലാളി ചായ കുടിക്കാൻ കടയിലെത്തി. നാട്ടുകാർ വിവരമറിഞ്ഞ് ചായക്കടയിൽ ഇരിക്കുന്നതിനിടെ അരികിലുണ്ടായിരുന്ന ഒരാൾക്ക് പാമ്പിനെ കാണിച്ചു കൊടുത്തതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി രമേശ് ചെന്നിത്തല. റീലുകളും പോഡ്കാസ്റ്റുകളുമായി രമേശ് ചെന്നിത്തല അനുകൂലികൾ. നിലവിലെ ചർച്ചകളോട് വിയോജിപ്പെന്ന ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുഖ്യമന്ത്രി തർക്കത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച മലപ്പുറത്ത് ഫ്ലെക്സ് ബോർഡ്. കോഴിക്കോട് MDMA വേട്ടയിൽ അന്വേഷണം വിദേശത്തേക്കും. ലഹരി വസ്തുക്കൾ എത്തിച്ചത് വിദേശത്തേക്ക് കടത്താനെന്ന പ്രതികൾ. മുഹമ്മദ് ഷഫീഖിനെയും ഫാത്തിമ നസ്രിനെയും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാൻ എക്സൈസ്. പന്തീരാങ്കാവിൽ ഇന്നലെ പിടികൂടിയത് 3 കിലോയിലധികം MDMA. തിരുവനന്തപുരം കാട്ടാക്കടയിൽ അതിക്രൂര കൊലപാതകം. യുവാവിനെ താക്കോൽ കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. മരിച്ചത് എള്ളുവിള സ്വദേശി രാഹുൽ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പിന്നിൽ മുൻവൈരാഗ്യമെന്ന നിഗമനത്തിൽ പോലീസ്. 2 പേർ കസ്റ്റഡിയിൽ. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറന്നതിൽ കേസെടുത്ത പോലീസ്. സംഭവം ഗൗരവതരമെന്ന സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ. അതീവ സുരക്ഷാ മേഖലയിൽ അനുമതിയില്ലാതെ പ്രവേശിച്ച് പരിഭ്രാന്തിയുണ്ടാക്കി. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവർ ശ്രീകോവിലിന്റെ ഉൾപ്പെടെ ചിത്രം പകർത്തിയെന്നും സംശയം. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. അസ്വാഭാവികതയില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നും ഭക്ഷണം കഴിച്ച് 2 പേർ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നല്ലെന്ന പരിശോധനാ റിപ്പോർട്ട്. മറൈൻ ടോക്സിക് കാരണമായേക്കാമെന്നും നിഗമനം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസ്മാക് ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ. കോഴിക്കോട് താമരശ്ശേരിയിൽ 19-കാരിക്ക് നേരെ അതിക്രമം. വിസർജ്യം തുണിയിൽ പൊതിഞ്ഞ പെൺകുട്ടിയുടെ മുഖത്ത് വെച്ചു. പെൺകുട്ടിയെ ശ്വാസം മുട്ടിക്കാനും ശ്രമം.
GST വകുപ്പിലെ ഒഴിവുകൾ നികത്താൻ ഇടപെടൽ 24 ഇമ്പാക്ട്. ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഒഴിവ് വരുന്ന തസ്തികയുടെ വിവരം PSCയെ അറിയിക്കണമെന്നും GST കമ്മീഷണർക്ക് കർശന നിർദ്ദേശം. കോടതി ഉത്തരവുണ്ടായിട്ടും സീനിയോറിറ്റി ലിസ്റ്റിൽ ഒപ്പിടാത്ത GST കമ്മീഷണറുടെ നടപടി 24 പുറത്തുവിട്ടിരുന്നു. ഇടുക്കി ഇടമലക്കുടി റേഷൻ കടകളിലെ വെട്ടിപ്പിൽ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വകുപ്പ് തല നടപടി. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ്, റേഷനിംഗ് ഇൻസ്പെക്ടറായിരുന്ന ജയകുമാർ എന്നിവർക്കെതിരെ സസ്പെൻഷൻ. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ. വൈദ്യുതി ഉപഭോഗത്തിൽ വർധന. വ്യാഴാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗം 115.28 ദശലക്ഷം യൂണിറ്റ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5950 മെഗാവാട്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളെക്കാൾ വൈദ്യുതി ഉപഭോഗത്തിൽ വർധന. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. രേഖപ്പെടുത്തിയത് 85.15% വോട്ട്. ജനാധിപത്യ സംരക്ഷണത്തിനായി ജനങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ ഉയർന്ന പോളിംഗിൽ പ്രതികരിച്ച തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്, തിരഞ്ഞെടുപ്പിനെ ജനാധിപത്യ ഉത്സവം എന്ന് പറയുന്നത് ഇന്നലെ അർത്ഥവത്തായി. ചില പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം ഒതുക്കിവെച്ചതാണ് രാഷ്ട്രീയമെന്ന ധാരണ ജനങ്ങൾ തകർത്തു. കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയെന്നും വിജയുടെ എക്സ്പോസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലും റെക്കോർഡ് പോളിംഗ്. വിജയപ്രതീക്ഷ പങ്കുവെച്ച തൃണമൂൽ കോൺഗ്രസും BJPയും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അവസാനമെന്ന് കണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. പോളിംഗ് ശതമാനം തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി മാറിയെന്ന മമതാ ബാനർജി. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിന് മറുപടി നൽകി കോൺഗ്രസ്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്ന് വിശദീകരണം. നോട്ടീസ് അയച്ചത് ഗൂഢോദ്ദേശത്തോടെയെന്നും സ്വാഭാവിക നീതിയുടെ ലംഘനമെന്നും കുറ്റപ്പെടുത്തൽ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെയും ചട്ടലംഘനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നും കോൺഗ്രസ്. പേർഷ്യൻ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന 14 കപ്പലുകളെ തിരികെ എത്തിക്കാൻ നീക്കം തുടങ്ങി ഇന്ത്യ. ഹോർമുസിൽ സുരക്ഷിത പാത ഒരുക്കാൻ ഇറാനോട് വീണ്ടും ആവശ്യപ്പെടും. ആശങ്കകൾക്കിടെ മൂന്നാമത്തെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലും പശ്ചിമേഷ്യൻ തീരത്ത്. ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല മുജ്തബ ഖമനയുടെ അവസ്ഥയെക്കുറിച്ച് ദ ന്യൂയോർക്ക് ടൈംസ്. ഖമനയുടെ മുഖം ഗുരുതരമായി പൊള്ളിയെന്നും പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നേക്കാമെന്നും റിപ്പോർട്ട്. ചുണ്ടുകളുടെ ക്ഷതം ഗുരുതരമാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നും ദ ന്യൂയോർക്ക് ടൈംസ്. ഇറാനിൽ ഭരണനേതൃത്വം തഴയപ്പെട്ടുവെന്ന് ദ ന്യൂയോർക്ക് ടൈംസ്. ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് സൈനിക നേതൃത്വം. അമേരിക്കയുമായുള്ള ഇറാന്റെ 2ാം ഘട്ട ചർച്ച സൈനിക നേതൃത്വം എതിർത്തതിനാലെന്ന് നടക്കാതെ പോയതെന്നും റിപ്പോർട്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൽ നിന്നുള്ള കമാൻഡർമാരാണ് യുദ്ധത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും ദേശീയ സുരക്ഷയുടെയും കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. പരമോന്നത നേതാവ് മുജ്തബ ഖമനയ്ക്ക് മുഴുവൻ കാര്യങ്ങളിലും നിയന്ത്രണമില്ലെന്നും റിപ്പോർട്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും ആഭ്യന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നും ന്യൂയോർക്ക് ടൈംസ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ബൈക്ക് വർക്ക്ഷോപ്പ് കത്തിനശിച്ച നിലയിൽ 24ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. പുതുക്കോട് സ്വദേശി മുബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം. മുൻ DGP ടോമിൻ തച്ചങ്കരിക്കെതിരെ വീണ്ടും പരാതി. വിരമിച്ചിട്ടും ഔദ്യോഗിക ചിഹ്നം വാഹനത്തിൽ ഉപയോഗിക്കുന്നെന്ന് കാണിച്ച കാരശ്ശേരി സ്വദേശി SP-ക്ക് പരാതി നൽകി. പരാതിയുടെ പകർപ്പ് 24. കോഴിക്കോട് പന്തീരങ്കാവ് ഫാഷൻ ജ്വല്ലറിയിൽ സ്വർണ്ണവളകൾ കവർന്ന പ്രതികൾ പിടിയിലായവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന സൂചന. ഇന്നലെ ഉച്ചയോടെയാണ് മാസ്ക് ധരിച്ചെത്തിയ യുവാവ് വളകൾ വാങ്ങാനെന്ന വ്യാജേന മോഷണം നടത്തിയത്.
മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 2 കുട്ടികൾക്ക് സൂര്യാതപമേറ്റു. പ്രമോദ് ഷാനില ദമ്പതികളുടെ 3ഉം 5ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് പൊള്ളലേറ്റത്. മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപം യുവാവിന് സൂര്യാതപമേറ്റു. മേലേമംഗലത്ത് അഖിലിനാണ് ജോലിക്കിടെ വയറിൽ സൂര്യാതപമേറ്റത്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 19-കാരനായ പ്രതി അറസ്റ്റിൽ. കുലശേഖരപതി സ്വദേശി സന്ദീപ് പി സജിയാണ് അറസ്റ്റിലായത്. IPL-ൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വിരാട് കോഹ്ലി ഗിൽ പോരാട്ടം കാത്ത ആരാധകർ. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്ത. മലപ്പുറം നിലമ്പൂർ നമ്പൂരിപ്പൊട്ടിയിൽ കാട്ടാനയിറങ്ങി. വ്യാപകമായി നേന്ത്രവാഴകൾ നശിപ്പിച്ചു. കാട്ടാനകൾ എത്തുന്നത് കാനക്കുത്ത് വനമേഖലയിൽ നിന്ന് പ്രദേശവാസികൾ. പത്തനംതിട്ട കലഞ്ഞൂരിൽ മോഷണം. വീട് കുത്തി തുറക്കാൻ കഴിയാത്തതിനാൽ തുണികളും പാത്രങ്ങളും ചാക്കിലാക്കി കിടന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പരാതി നൽകിയെങ്കിലും അന്വേഷണം നടക്കുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. 12 പേർക്ക് പരിക്ക്. ദേശീയപാത 766 മൈസൂർ റോഡിലാണ് അപകടം. കോഴിക്കോട് റോഡിലേക്ക് മരം മുറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിൽ മുടൂർ വളവിലാണ് സംഭവം. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി മരം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാസർഗോഡ് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച നമസ്തേ കളക്ടർ പദ്ധതി സ്കൂളുകൾക്ക് പിന്നാലെ ജില്ലയിലെ കോളേജുകളിലേക്കും വ്യാപിക്കുന്നു. പദ്ധതിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമിട്ട മഞ്ചേശ്വരം ഗോവിന്ദ പൈ സ്മാരക ഗവൺമെന്റ് കോളേജിലെ NSS വോളണ്ടിയർമാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി മുഖാമുഖം സംവദിച്ചു. വിനോദസഞ്ചാരത്തിന് പുറമെ ജില്ലയുടെ വിവിധ മേഖലകളിലെ വികസനത്തിന് വേണ്ടിയുള്ള ആശയങ്ങളും ചർച്ച ചെയ്തു. ഏരീസ് ഗ്രൂപ്പ് സ്ഥാപകനും CEO-യുമായ ആഗോള സംരംഭകൻ സർ സോഹൻ റോയിയുടെ അണുമഹാകാവ്യത്തിന് ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ പുരസ്കാരം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിൽ 28-ന് രാവിലെ പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പുരസ്കാരം സമ്മാനിക്കും. ആത്മഹത്യ ചെയ്ത അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട ഇപ്റ്റ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. നാടകകൃത്തും ഇപ്റ്റ ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് മണിലാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ചിത്രങ്ങളുടെ ഉദ്ഘാടനം ചിത്രകാരനും ശില്പിയുമായ ഗുരുപ്രസാദ് അയ്യപ്പൻ നിർവഹിച്ചു. വോട്ടെടുപ്പ് ദിവസം വീട്ടിൽ കുഴിഞ്ഞു വീണ് മരിച്ച സാംസ്കാരിക പ്രവർത്തകനും പ്രസാധകനും ഡിസൈനറുമായ റഹ്മാൻ പൊയ്യലിനെ അനുസ്മരിച്ചു. ബേവൂരി സൗഹൃദ വായനശാല ഗ്രന്ഥാലയത്തിൽ അഡ്വക്കേറ്റ് കുമാരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥാലയം പ്രസിഡന്റ് അബ്ബാസ് രചന അധ്യക്ഷത വഹിച്ചു. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. മീഡിയ അക്കാദമി PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് 2026 മെയ് 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. രണ്ടായിരത്തി 26-27 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയുടെ ഉത്തര സൂചികകൾ പ്രസിദ്ധീകരിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തര സൂചികകൾ ലഭ്യമാണ്. ഉത്തര സൂചികയോ ചോദ്യങ്ങളോ സംബന്ധിച്ച ആക്ഷേപമുള്ള വിദ്യാർത്ഥികൾക്ക് 26-ന് വൈകിട്ട് 5 വരെ പരാതികൾ സമർപ്പിക്കാം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് ആവശ്യമായ സംസ്ഥാനതല യോഗ്യതാ പരീക്ഷയായ സെറ്റ്
ജൂലൈ 26-ന് അപേക്ഷ ക്ഷണിച്ചു. 50% കുറയാത്ത മാർക്കോടെ ബിരുദാനന്തര ബിരുദവും BEdുമാണ് അടിസ്ഥാന യോഗ്യത. മെയ് 22-നകം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ തസ്തികയിലേക്ക് പ്രായോഗിക പരീക്ഷ ഈ മാസം 28-ന് തിരുവനന്തപുരം തിരുവല്ലം ചിത്രാഞ്ജലി ഹിൽസ് സീഡിറ്റിൽ വെച്ചാണ് പ്രായോഗിക പരീക്ഷ നടത്തുക. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് ട്രെയിനിംഗ് സെന്റർ തസ്തികയിലേക്കുള്ള അഭിമുഖം ഈ മാസം 28, 29, 30 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് നടക്കും. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ GR7 വിഭാഗവുമായി ബന്ധപ്പെടണം. തിരുവനന്തപുരം IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസ് ഏപ്രിൽ അവസാനം ആരംഭിക്കുന്ന UGC നെറ്റ് പേപ്പർ 1-2 പരിശീലനത്തിന് അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പേപ്പർ 2 കമ്പ്യൂട്ടർ സയൻസ്, മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറാക്കുന്ന കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നു. കീ ടു എൻട്രൻസ് പോർട്ടലിൽ നിന്ന് നീറ്റ് മോക്ക് ടെസ്റ്റുകൾ ഇന്നു മുതൽ തുടങ്ങും. പരീക്ഷാ തയ്യാറെടുപ്പ് കൂടുതൽ ഫലപ്രദമാക്കാനായി യഥാർത്ഥ പരീക്ഷാ സാഹചര്യത്തിലാണ് മോക്ക് ടെസ്റ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. പാർപ്പിട മേഖലകളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. വീടുകൾ കടകളായും ഓഫീസുകളായും മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഉപയോഗിക്കുന്നവയും കണ്ടെത്താൻ സമയബന്ധിതമായ പരിശോധന ആരംഭിച്ചു. സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. വൈകിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നൽകാൻ RBIയോട് 12,000 കോടി രൂപ വായ്പ തേടി ബീഹാർ സർക്കാർ. ഏകദേശം 1 കോടിയോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇതുവഴി ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഉത്തർപ്രദേശിൽ പാക് ചാരസംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 2 പേർ പിടിയിൽ. ഭീകരരെ അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ്. തുഷാർ ചൗഹാൻ എന്ന ഹിസ്ബുള്ള അലി ഖാൻ, സമീർ ഖാൻ എന്നിവരാണ് പിടിയിലായത്. പിസ്റ്റൾ, 5 വെടിയുണ്ടകൾ, കത്തി എന്നിവ കണ്ടെടുത്തു. കർണാടകയിൽ തുംകൂർ ജില്ലയിൽ 35 മയിലുകൾ ചത്തു. പക്ഷിപ്പനിയോ ചൂടുകൂടിയതോ ആകാമെന്ന് സംശയം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മയിലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപനം രൂക്ഷം. മണിപ്പൂരിൽ ബോംബാക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇംഫാലിൽ വ്യാപക പ്രതിഷേധം. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി ആയിരക്കണക്കിന് ആളുകൾ. നാഗ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം. ഡൽഹിയിലെ IRS ഉദ്യോഗസ്ഥന്റെ മകളുടെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടിൽ മൂക്കിന്റെ അസ്ഥിയിൽ ഒടിവ്, മുഖത്ത് 1-ലധികം മുറിവുകൾ. ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്നറിയാൻ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്ക് അയച്ചു. ആക്ടിവിസ്റ്റുകളെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഡൽഹി പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉചിതമായ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കേസ് CBIക്ക് കൈമാറുമെന്ന കോടതിയുടെ കർശന മുന്നറിയിപ്പ്. ബംഗളൂരുവിലെ സ്കൂളുകളിൽ ഹരിത വിപ്ലവം. കാലാവസ്ഥാ സംരക്ഷണത്തിന് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ. ബംഗളൂരു ക്ലൈമറ്റ് ആക്ഷൻ ക്ലബ്ബുകൾ വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിലവിൽ നഗരത്തിലെ 700-ലധികം സ്കൂളുകളും കോളേജുകളും ഈ ഹരിത ശൃംഖലയുടെ ഭാഗം. ഇന്ത്യയെ പിടിച്ചുലയ്ക്കുന്ന ഉഷ്ണതരംഗം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കുമെന്ന റിപ്പോർട്ട്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ GDPയിൽ 4% കുറവുണ്ടാകാൻ കനത്ത ചൂട് കാരണമാകുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇനി നോക്കാം രാജ്യാന്തര വാർത്തകൾ.
മെറ്റ ആകെ ജീവനക്കാരുടെ 10% വരുന്ന 8,000 പേരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇതിന് പിന്നാലെ മൈക്രോസോഫ്റ്റും തങ്ങളുടെ ജീവനക്കാർക്കായി വോളണ്ടറി റിട്ടയർമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. കമ്പനിയെ കൂടുതൽ ലാഭകരമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. റഷ്യയെ സഹായിച്ചാൽ നടപടി. കിർഗിസ്ഥാനെതിരെ നിയന്ത്രണങ്ങളുമായി യൂറോപ്യൻ യൂണിയൻ. കിർഗിസ്ഥാനിലേക്കുള്ള ചില പ്രധാന വസ്തുക്കളുടെ കയറ്റുമതി EU നിരോധിച്ചു. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുരോഗതിയുണ്ടാകുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ബാങ്കോക്കിൽ തായ് അധികൃതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ചൈനയുടെ പൂർണ്ണ പിന്തുണ അറിയിച്ചത്. ലോകത്തെ കുട്ടികൾക്കായുള്ള വാക്സിനേഷൻ യജ്ഞത്തിൽ വൻ മുന്നേറ്റം. 2023 മുതൽ ഇതുവരെ 10 കോടി വാക്സിനേഷൻ ഡോസുകൾ കുട്ടികൾക്ക് എത്തിക്കാൻ സാധിച്ചുവെന്ന് ലോകാരോഗ്യ സംഘടനയും ഗവീസഖ്യവും അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചരിത്രപരമായ ഉച്ചകോടിക്ക് മുന്നോടിയായി US സെനറ്റർമാരുടെ ചൈന സന്ദർശനം മെയ് 1 തുടങ്ങും. 8 വർഷത്തിന് ശേഷം പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന ആദ്യ ചൈന സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ചരിത്രപരമായ കൂട്ടവിചാരണയുമായി എൽ സാൽവദോർ. കുപ്രസിദ്ധമായ MS-13 ഗുണ്ടാ സംഘത്തിലെ 486 അംഗങ്ങളെ കോടതി ഒരേ സമയം വിചാരണ ചെയ്തു. നിർണായക ധാതുക്കൾക്കായി കൈകോർത്ത US-ഉം യൂറോപ്യൻ യൂണിയനും. ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ നിർണായക ധാതുക്കളുടെ സുരക്ഷിതമായ വിതരണ ശൃംഖല ഉറപ്പാക്കുന്നതിനായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ന് ധാരണാപത്രത്തിൽ ഒപ്പിടും. പ്യോങ്യാങ് ഡ്രോൺ കേസ്. മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് UN സുക്യോളിന് 30 വർഷം തടവ് വേണമെന്ന പ്രത്യേക പ്രോസിക്യൂട്ടർമാർ കോടതി. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. മികച്ച പാദഫല റിപ്പോർട്ടുമായി രാജ്യത്തെ രണ്ടാമത്തെ വലിയ IT കമ്പനിയായ ഇൻഫോസിസ് 2026 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിൽ സംയോജിത അറ്റാദായത്തിൽ 21% വർധന. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഗ്രൂപ്പിന്റെ മൊത്തം വിപണി മൂല്യം 5 ലക്ഷം കോടിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം. ദക്ഷിണ കൊറിയൻ വിപണിയിൽ കാർ വിൽപ്പന അവസാനിപ്പിച്ചതായി ജപ്പാനീസ് കമ്പനിയായ ഹോണ്ട മോട്ടോർ കമ്പനി. ഈ വർഷം അവസാനത്തോടെയായിരിക്കും കൊറിയയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയെന്ന് കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആഗോള വിപണിയിൽ റെക്കോർഡ് നേട്ടം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ തുണിത്തര കയറ്റുമതി 2.1% വർദ്ധിച്ച 3,16,334.9 കോടി രൂപയിലെത്തിയെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം. ആഗോള പ്രതിസന്ധികൾക്കിടയിലും കരുത്തുകാട്ടി ഇന്ത്യൻ സ്വകാര്യ മേഖല. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യത്തെ ബിസിനസ് പ്രവർത്തനങ്ങൾ അതിവേഗം വികസിക്കുന്നതായി ഏറ്റവും പുതിയ കണക്കുകൾ. ആഗോള വാഹന വിപണിയിൽ വമ്പൻ ലക്ഷ്യങ്ങളുമായി ചൈനീസ് പൊതുമേഖലാ സ്ഥാപനമായ ഡാങ്ഫെങ് മോട്ടോർ ഗ്രൂപ്പ് 2030 പ്രതിവർഷം 40 ലക്ഷം വാഹനങ്ങളുടെ വിൽപ്പന എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു. വിപണിയെ പിടിച്ചുലയ്ക്കുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തർക്കം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കുമെന്ന റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.